നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഇന്ന് റിവിഷൻ പരീക്ഷയാണ്. ഡേ 33 മുതൽ 39 വരെയുള്ള പോർഷൻസ് പഠിച്ച് റിവൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസവും തന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിച്ച് സെറ്റായി കാണുമെന്ന് വിചാരിക്കുക. 20 ചോദ്യങ്ങളുണ്ട്. ഫുൾ മാർക്ക് തന്നെ കഴിവതും വാങ്ങാൻ ശ്രമിക്കുക. ചോദ്യം എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തണേ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കണേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കുന്നത്. നമ്മുടെ 10th മെയിൻസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ടൈം ഷെഡ്യൂള്, ഗൈഡൻസ് എല്ലാം അവിടെ കൊടുക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 33 to 39 റിവിഷൻ എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ അനുജൻ എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുക. അവരജൻ, അഗ്രജൻ, മാനവൻ, സഗോത്രൻ. ഉത്തരം എഴുതിക്കോളൂ. രണ്ട്, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. അങ്കനം, അജിരം, സീരം, ലാംഗലം. 4 തന്നേക്കുന്നത്. ഉചിതമായത് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 3, ചുവടെ തന്നിരിക്കുന്നതിൽ VFPCKയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തേത്, കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ രൂപീകരിച്ചത് 2005 തളിർ എന്ന പേരിൽ VFPCK ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ബ്രാൻഡിംഗ് സംവിധാനം ആരംഭിച്ചത് കൊട്ടാരക്കരയിലാണ്. 3, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ പഴം, പച്ചക്കറി എന്നീ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. 4, പങ്കാളിത്ത സാങ്കേതിക പരീക്ഷണങ്ങൾ, സ്വയം സഹായ സംഘങ്ങളുടെ രൂപീകരണം എന്നിവ പ്രധാന പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. 4ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപനമായി പ്രവർത്തിക്കുന്നത് ഹാൻവീവ്, KBIP, ഹാൻടെക്സ്, KSIDC. 5, കിർത്താഡ്സിന്റെ പൂർണ്ണരൂപം. കിർത്താഡ്സിന്റെ പൂർണ്ണരൂപം ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. 6, ട്രാൻസ്ജെൻഡർക്കുള്ള കൗൺസിലിംഗും മരുന്നിനുമായി ഹോമിയോപ്പതി ഡയറക്ടറേറ്റ് ആരംഭിച്ച പരിപാടി ഏത്? അപരാജിത, വാത്സല്യനിധി, നിസർഗ, നിരാമയ. 7, താഴെ പറയുന്നവയിൽ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, സൾഫർ. 8, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. 2, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. 3, വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയ പച്ചക്കറിയാണ് ക്യാബേജ്. 4, തലച്ചോറിൽ 50% ജലമാണ്. അപ്പൊ ഇതിലെ ഈ പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായവ മാത്രം കണ്ടെത്താനേ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. 9, താഴെ പറയുന്നവയിൽ നിന്നും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്ന സമയം കണ്ടെത്തുക. 25 ദിവസം, 27 ദിവസം, 27 and 1/3 ദിവസം, 30 ദിവസം. 10, താഴെ പറയുന്നവയിൽ നിന്നും പ്രാചീന കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രത്തിന്റെ പേര് കണ്ടെത്തുക. തിരുവാതിര, കാശ്യപി, വേട്ടക്കാരൻ ഇവയൊന്നുമല്ല. 11, 72 പേരുള്ള ഒരു ക്യൂ. ജയൻ പിന്നിൽ നിന്ന് 2ാമത്തെ ആളാണ് എങ്കിൽ മുന്നിൽ നിന്ന് എത്രാമത്തെ ആളാണ്? 60, 59, 61, 62.
12. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണ്? കേരള സർവീസ് റൂൾസ്, പബ്ലിക് സർവീസ് ആക്ട് 1963, കേരള സബോർഡിനേറ്റ് സർവീസ് റൂൾ, കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. 13. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗ കാലാവധിയെയും പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് കണ്ടെത്തുക. ആർട്ടിക്കിൾ 310, ആർട്ടിക്കിൾ 311, ആർട്ടിക്കിൾ 316, ആർട്ടിക്കിൾ 317. 14. കോണ്ടിനെന്റൽ കപ്പ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഗോൾഫ്. 15. ചുവടെ തന്നിരിക്കുന്നതിൽ സ്ഥിരവാദം അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ചക്രവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. 16. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏതാണെന്ന് കണ്ടെത്തുക. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ജലദൗർലഭ്യം, കൃഷിനാശം. 17. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ബന്ധമില്ലാത്തത് കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. ആദ്യത്തേത്, ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തേത്, ഒരു പ്രത്യേക ആപ്ലിക്കേഷനിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജ് ആണിത്. മൂന്നാമത്തേത്, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവറുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് കേർണൽ. നാലാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഇത് 4 വായിച്ചിട്ടേ സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 18ാമത്തെ ചോദ്യം, ദ പ്ലൂറൽ ഫോം ഓഫ് മാൻ സെർവന്റ്. മാൻ സെർവന്റ്, മെൻ സെർവൻസ്, മെൻ സെർവന്റ്, മെൻ സെർവൻസ്, മെൻ സെർവൻസ്. 19. The crop was attacked by a dash of locust, herd, troop, crowd, plague. 20. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം ഏതാണെന്ന് കണ്ടെത്തുക. കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു 20 ചോദ്യങ്ങൾ. ഉത്തരങ്ങളൊക്കെ എഴുതി എന്ന് വിചാരിക്കുവാണ്. ഇനി ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ അനുജൻ എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുക. എ ആണ് അവരജൻ, അവരജനാണ്. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. അങ്കനം, അജിരം. അങ്കനം, അജിരം എന്നിവയാണ് മുറ്റത്തിന്റെ പര്യായ പദങ്ങൾ. 1ഉം 2ഉം, 1ഉം 2ഉം. ബി ആണ് ഉത്തരം. 3. ചുവടെ തന്നിരിക്കുന്നതിൽ BFPCKയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. എ ആണ് കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ രൂപീകരിച്ചത് 2001. 2001. അടുത്ത ചോദ്യം 4. കേരളത്തിലെ പ്രാഥമിക കൈത്തറി നെയ്ത്തുകാരുടെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപനമായി പ്രവർത്തിക്കുന്നത് സി ആണ്, ഹാൻഡെക്സ്. ഹാൻഡെക്സ്. 5. കിർത്താഡ്സിന്റെ പൂർണ്ണരൂപം എന്താണ്? ബി ആണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഫോർ SC/ST ആണ് കിർത്താഡ്സ്. 6. ട്രാൻസ്ജെൻഡറുകൾക്കുള്ള കൗൺസിലിംഗിനും മരുന്നിനുമായി ഹോമിയോപ്പതി ഡയറക്ടറേറ്റ് ആരംഭിച്ച പരിപാടിയാണ് നിസർഗ. സി ആണ് ഉത്തരം, നിസർഗ. 7. താഴെ പറയുന്നവയിൽ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സി ആണ് ക്ലോറിൻ ആണ് ഉൾപ്പെടാത്തത്. 8. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന ശരിയാ. വേവിക്കുമ്പോൾ പഴങ്ങളിലും പച്ചക്കറികളിലും നിന്ന് നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താ തന്നേക്കുന്നത്? തെറ്റാത്.
വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണേ. അപ്പൊ കണ എന്ന് വെച്ചാൽ റിക്കറ്റ്സ് ഏതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നത്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ എന്ന രോഗം ഉണ്ടാകുന്നത്. ഇനി വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയ പച്ചക്കറിയാണ് ക്യാബേജ്. അത് ശരിയാ. തലച്ചോറിൽ 50% ജലമാണ്. അത് തെറ്റാണ്. തലച്ചോറിൽ 85% ജലം. 85% ജലം. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 3ഉം മാത്രമാണ്. അപ്പൊ 1ഉം 3ഉം മാത്രം. ബി ആണ് ഉത്തരം. 9. താഴെ പറയുന്നവയിൽ നിന്നും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്ന സമയം സി. 27 and 1/3 ദിവസമാണ്. 27 and 1/3 ദിവസം. 10. താഴെ പറയുന്നവയിൽ നിന്നും പ്രാചീന കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രത്തിന്റെ പേര് വേട്ടക്കാരനാണ്. വേട്ടക്കാരൻ. സി. അടുത്തത് സ്ഥാനനിർണയമാണ്. 72 പേരുള്ള ഒരു ക്യൂ. 72 പേരുള്ള ഒരു ക്യൂവില് ജയൻ പിന്നിൽ നിന്നും 12ാമത്തെ ആളാണ്. അങ്ങനെയെങ്കിൽ മുന്നിൽ നിന്ന് എത്രാമത്തെ ആളാണ്? അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ക്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് അല്ലെങ്കിൽ പൊസിഷൻ ഫ്രം ദ ബോട്ടം, ഏത് വേണോ എടുക്കാം, പ്ലസ് പൊസിഷൻ ഫ്രം ദ റൈറ്റ് അല്ലെങ്കിൽ പൊസിഷൻ ഫ്രം ദ ടോപ്പ്. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് ഞാൻ എക്സ് എന്ന് വിളിച്ചു. -1 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ നമുക്ക് 72 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 72 = 12 + x - 1. അപ്പോൾ ഇത് ചെയ്യുമ്പം 12 - 1 എന്ന് പറയുമ്പം 11 ആണ്. അപ്പൊ 72 - 11 ചെയ്താൽ ഉത്തരം കിട്ടും. 72 - 11 എന്ന് പറയുമ്പോഴത്തേക്കും 61. 61ാമത്തെ ആളായിട്ടാണ് മുന്നിൽ നിന്നും ആര് നിൽക്കുന്നത്? ജയൻ നിൽക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 12. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ KS രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണ്? ഡി ആണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. 13. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗ കാലാവധിയെയും പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ സി 316 ആണ്. ആർട്ടിക്കിൾ 316. 14. കോണ്ടിനെന്റൽ കപ്പ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോണ്ടിനെന്റൽ കപ്പ്. 15. ചുവടെ തന്നിരിക്കുന്നതിൽ സ്ഥിരവാദം അല്ലാത്തത് ഏതാണ്? ചക്രവാദവും പ്രതിചക്രവാദവും ഒക്കെ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 16. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏതാ? ആഗോള താപനമാണ്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. 17. ചുവടെ തന്നിരിക്കുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ബന്ധമില്ലാത്തത് ബി ആണ്. അതായത് രണ്ടാമത്തെ പ്രസ്താവന. ഒരു പ്രത്യേക ആപ്ലിക്കേഷനിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജ് ഏതാ? അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രത്യേക ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. 18. ദ പ്ലൂറൽ ഫോം ഓഫ് മാൻ സെർവന്റ്. മാൻ സെർവന്റിന്റെ പ്ലൂറൽ ഫോം ബി മെൻ സെർവൻസ് ആണ്. മാനിന്റെ പ്ലൂറൽ മെൻ, സെർവന്റിന്റെ പ്ലൂറൽ സെർവൻസ്. അപ്പൊ ബി ആണ് ഉത്തരം. മെൻ സെർവൻസ്. 19. The crop was attacked by a dash of locust. ലോക്കസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? വെട്ടുകിളി ഇല്ലേ? വെട്ടുകിളി ശല്യം. പാകിസ്ഥാനിൽ വെട്ടുകിളി ശല്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലായിരുന്നോ? അപ്പൊ ലോക്കസ്റ്റിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേര് പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ്. 20. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം ഏതാ? കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിർബന്ധമായിട്ടും താഴെ കമന്റ് ചെയ്തേക്കാം. പിന്നെ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ലേണിംഗ്, അതേ ഉള്ളൂ ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴത്തേക്കും ആ സബ്ജക്റ്റിൽ നിങ്ങൾ തറവാവും. അത് തിയറിയാണ്. ഓക്കെ.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തേക്കുക. കാരണം അല്ലെങ്കിൽ ഒരു പൂർണ്ണത കിട്ടത്തില്ല. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ടൈം ടേബിൾ മാത്രം കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുവാണെങ്കിൽ അതൊരു പൂർണ്ണത കിട്ടത്തില്ല. കാരണം ഞാൻ എക്സ്ട്രാ കുറേ സ്റ്റഡി മെറ്റീരിയൽസ്, എക്സ്ട്രാ കുറേ പോയിന്റ്സ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ സിലബസിലെ ടോപ്പിക് അല്ലാതെ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയാലും, കഴിഞ്ഞ വീഡിയോ കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷയായിരുന്നില്ലേ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയാലും ഞാൻ കൊടുക്കുന്നത് എവിടെയാണ്? ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തേക്കുക. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കുവേ. അപ്പോൾ നാളെ ഡേ 40, നമ്മൾ 40 ദിവസം എത്തി നിൽക്കുകയാണ്. സക്സസ്ഫുള്ളി ഒരു ദിവസം പോലും ഡിലേ ഇല്ലാതെ 40 ദിവസം എത്തി നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും വേണം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.